ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ കൂട്ടായ്മയ്ക്കകത്ത് വചനം ശുശ്രൂഷിപ്പാൻ ഇങ്ങനൊരു അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ക്ഷണിച്ച പ്രിയ ആന്റിയോടുള്ള നന്ദി ഞാൻ ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ ഈ സൂം മീറ്റിംഗ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പങ്കെടുക്കുന്ന എല്ലാവർക്കും, കാണുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ഷിബു ആണ്. കുളത്തുപുഴയാണ്, കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയാണ് ശുശ്രൂഷിക്കുന്നത്. സ്വന്തം ദേശം കാട്ടാക്കടയാണ്, തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയാണ്. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേര ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കാം. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എന്റെ അപ്പനും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആമേൻ. സ്തോത്രം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരു നിമിഷം ഈ വചനത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. പരിശുദ്ധനെ നന്ദി. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും ഓ എന്ത് യോഗ്യത, എനിക്കെന്ത് യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്ത് യോഗ്യത, ഓ എന്ത് യോഗ്യത, എനിക്കെന്ത് യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്ത് യോഗ്യത. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ യേശുവല്ലാതാരുമില്ലല്ലോ. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ യേശുവല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. ആമേൻ. എന്ത് യോഗ്യത, എനിക്കെന്ത് യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്ത് യോഗ്യത, ഓ എന്ത് യോഗ്യത, എനിക്കെന്ത് യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്ത് യോഗ്യത. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തരല്ലോ, മോശയുടെ ദൈവം സൗഖ്യദായകൻ. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യദായകൻ. ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. നാം എന്ത് യോഗ്യത, എനിക്കെന്ത് യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്ത് യോഗ്യത, ഓ എന്ത് യോഗ്യത, എനിക്കെന്ത് യോഗ്യത,
യേശുവിന്റെ ദാനമല്ലാതെ എന്ത് യോഗ്യത. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവൻ പലയിടങ്ങളില് വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് സൂമിലുകൂടി അവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എളിയവനെയും കുടുംബത്തെ പ്രിയപ്പെട്ടവരെ അവൻ കുഞ്ഞുങ്ങളെ ഒക്കെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതുപോലെ അവൻ അല്ലെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദയ തോന്നി പ്രാർത്ഥന കേട്ട് മറുപടി അയക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. ആ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധനാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് വായിക്കാമോ? എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആമേൻ, സ്തോത്രം. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പരിചയപ്പെട്ട ഒരു സങ്കീർത്തനമാണ്, എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു സങ്കീർത്തനമാണ്. പക്ഷേ ഇവിടെ ദാവീദിന്റെ ഒരു 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 പ്രാർത്ഥനാ വിഷയമാണ്. ദൈവം കൊടുത്തൊരു മറുപടിയാണ്. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ്, അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചാലും യഹോവ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. സ്തോത്രം. ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും അവൻ അല്ലെങ്കിൽ ആരെല്ലാം നമ്മളെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തിയാലും ആരെല്ലാം നമ്മളെ അകറ്റി നിർത്തിയാലും പക്ഷെ നമ്മളെ തെരഞ്ഞെടുത്ത ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ദാവീദ് പറയുന്നു, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചേട്ടെ. സ്വന്തം മാതാപിതാക്കൾ വരെ, ആമൻ സഹോദരങ്ങൾ വരെ അവൻ ദാവീദിനെ ഉപേക്ഷിച്ചപ്പോൾ ദാവീദ് ഒരു വാക്ക് പറയുന്നു, ആമൻ ഈ ലോകത്തിലുള്ള ഭൂമിയിലുള്ള ഏത് മനുഷ്യനും ആമൻ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവമാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എന്റെ ഒരു സാക്ഷ്യം പറയാൻ ഞാൻ ഇവിടെ ഈ കുളത്തുപുഴ എങ്ങനെ വന്നു, ഇപ്പൊ എങ്ങനെ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ദൂതിലേക്ക് കയറും. ആമേൻ. ദൈവം വചനം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യും, വിശ്വസിക്കാം. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോ എന്നെ പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടവനാണ്. എനിക്ക് ഒട്ടും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ ബന്ധക്കോസ് കൂട്ടായ്മ എന്ന് പറഞ്ഞാലേ വെറുപ്പായിരുന്നു. സ്തോത്രം. കാണുന്നവരെ വെറുപ്പായിരുന്നു. അപ്പൊ ഞാൻ അതുപോലെ എല്ലാ വർഷം ചക്രകാവിലും മറ്റു എല്ലായിടത്തിലും ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നിരിക്കുമ്പോഴാണ് ആമേൻ, ഹല്ലേലൂയ, ഞാൻ ഈ തട്ടടി കമ്പി കെട്ട് വാർക്കപ്പണിയുടെ ആ തട്ടടിക്കുകയും കമ്പി കെട്ടുകയും ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു ഞാൻ. അവൻ അതിന്റെ മുകളിൽ നിന്ന് ഒരു 2 നിലയുടെ മുകളിൽ ഞാൻ നേരെ താഴെ വന്ന് വീണു. എന്റെ കഴുത്ത് വല്ലാതെ ഒരു പ്രശ്നത്തിലായി. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. ബോധം വീണപ്പോ. ആമേൻ, ഹല്ലേലൂയ. ആ വീണ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ എങ്കിലും അന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോ, ഞാൻ അന്ന് റെന്റിനാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്, വീടുമായിട്ട് മാറി. അങ്ങനെ അതിന്റെ തൊട്ടടുത്ത് ഒരു ബന്ധക്കോസ് സഭയുണ്ടായിരുന്നു. അപ്പോഴ് ഞങ്ങൾക്ക് റെന്റിന് തന്ന ആ വീട്ടിലെ ഓണർ അവിടുത്തെ സഭയുടെ വിശ്വാസിയാണ്. അപ്പോൾ ആ സഭയിലെ പാസ്റ്ററിനോട് പറഞ്ഞു, ഇതേപോലെ അവിടെ ഒരു കുടുംബം ഇപ്പൊ പുതുതായിട്ട് താമസിക്കാൻ വന്നു. അപ്പോഴ് ഇതേപോലെ പുള്ളി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വന്ന് വീണ് കിടപ്പാണ്, വന്നൊന്ന് കാണണം, പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കയറി വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു വാക്ക്, നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ആ ദൈവവേലയ്ക്ക് വേണ്ടി ഉള്ളവരായതുകൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് ജീവനോടെ വെച്ചിരിക്കുന്നതെന്ന് കേൾപ്പാനിടയായി തീർന്നു. സ്തോത്രം. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പിന്നെയും ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ തന്നെ തുടർന്ന് 2009 തൊട്ട് 2013 വരെ ഞാൻ മസ്കറ്റില് കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു. അവിടെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അനേക ദേവദാസന്മാർ പറയുന്നു, നീ എന്തിന് ഇവിടെ നിൽക്കുന്നു, നിനക്ക് ഇവിടെയല്ല വേല, നീ ദൈവവേലയ്ക്ക് വേണ്ടി ഉള്ളവനാണ്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എത്രയും വേഗം പോകണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇതെല്ലാം ചിന്തിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. എങ്കിലും എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് ഈ ബൈബിൾ കോളേജിൽ പോകാനോ പഠിക്കാനോ ഒന്നും എനിക്കൊരു അവസരമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈവനിങ് ക്ലാസ്സിന് ജോലിയോടുള്ള ബന്ധത്തില് ഞാൻ ഒരു ജോഡി ഡ്രസ്സും ബൈബിളും ഒക്കെ എടുക്കും, നോട്ട് ബുക്ക് എടുക്കും. ജോലി കഴിയും, അവിടെ ഈവനിങ് ക്ലാസ്സിന് കയറും, പഠിക്കും. അന്ന് 68 പേര് എന്നോടൊപ്പം പഠിക്കുകയായിരുന്നു. സ്തോത്രം. എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്. പക്ഷെ ഞാൻ പഠിച്ചത് 8ാം ക്ലാസ് വരെ. പക്ഷെ BTHന്റെ കൂടെയാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉള്ളവരുടെ കൂടെയാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ
ബൈബിൾ കോളേജൊക്കെ അവരോടൊപ്പം പഠിച്ചു. പക്ഷെ എനിക്ക് അവരെക്കാളും ഈ വചനം പഠിക്കണം, എനിക്ക് ഈ ദൈവവേല ചെയ്യണം എന്നുള്ളൊരു താല്പര്യം എൻ്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്നു. അവരെക്കാളും. പക്ഷെ അവർ ഡിഗ്രി ഉള്ളവരാണ്, എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവരാണ്. ഞാൻ വെറും 8ാം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അന്ന് ഈ 68 പേര് അന്ന് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തപ്പോ ഒരു സബ്ജക്റ്റ് തന്നിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞ് ഈ 68 പേരെ നിർത്തി മെസ്സേജ് എടുത്തപ്പോ അന്ന് ഗ്രാജുവേഷന് മെസ്സേജ് എടുക്കാൻ അന്ന് തിരഞ്ഞെടുത്തത് എന്നെയാണ്. അന്ന് ഏകദേശം 5000-ഓളം പേരുണ്ടായിരുന്നു. അന്ന് 68 പേരും അവര് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ക്രമീകരിച്ച ഒരു ഗ്രാജുവേഷനാണ്. അന്ന് അത്രയും പേരുടെ നടുവിൽ വചനം ശുശ്രൂഷിക്കാൻ കോളേജിന്റെ ഭാഗമായിട്ട് ദൈവവചനം സംസാരിക്കാൻ എന്നെയാണ് തിരഞ്ഞെടുത്തത്. ആമേൻ, സ്തോത്രം. അപ്പൊ ഇങ്ങനെ പിന്നീട് എനിക്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ കുലുവേല ചെയ്യുന്നതിനേക്കാൾ എനിക്ക് എന്റെ ദൈവത്തിന്റെ വേല ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അങ്ങനെ ഒരു അവസരമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ കുളത്തുപ്പുഴ കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം 85 കിലോമീറ്റർ വ്യത്യാസമുണ്ട് എന്റെ വീടുമായിട്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ കുളത്തുപ്പുഴയായിട്ട്. ഇപ്പോൾ മാറി മാറി ഈ കുളത്തൂപ്പുഴ കാണിക്കുന്നു, ദേശങ്ങളെ കാണിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ആരെയും പരിചയമില്ല. പക്ഷെ ഞങ്ങൾ കർത്താവ് ഞങ്ങൾ എങ്ങനെ അവിടെ പോകും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊട്ടാരക്കരയുള്ളവര് അല്ലെങ്കിൽ ഒരു സഹോദരനെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ആ സഹോദരൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ പുള്ളിക്കാരനോട് പറഞ്ഞു, കുളത്തുപ്പുഴയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ, ദൈവവേല ചെയ്യാൻ ആരെയും പരിചയമില്ല, ആരും ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല. ഒരു വീട് പോലും ഞങ്ങൾക്ക്, ഒരു വ്യക്തി പോലും ഞങ്ങൾക്ക് ഈ ദേശത്ത് പരിചയമില്ല. പക്ഷെ എന്തോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഇവിടെ പോയി ഒന്ന് ദൈവവേല ചെയ്യണം. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചത് ഒന്നാണ്, ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ജോലിക്ക് പോകാം, ഇടയ്ക്ക് ഇവിടെയൊക്കെ സുവിശേഷം അറിയിക്കാം എന്നുള്ള നിലയിലാണ് ഞങ്ങള്. പക്ഷെ ഞങ്ങൾ അവിടെ ഇവിടെ ഒരു ആന്റിയുടെ വീട്ടില് ഒരു പ്രെയർ നടക്കുന്നുണ്ട്. ആ സഹോദരൻ എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തി. സഹോദര, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഒരു ആന്റി ഉണ്ട്, നമുക്ക് അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, അവരുമായിട്ട് ഈ വിഷയം പാസ്റ്ററുടെ കാര്യം ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. ആ ആന്റിയോട് പറഞ്ഞപ്പം ആന്റിക്ക് ഭയങ്കര താല്പര്യമായി, ദൈവവേല ചെയ്യാനല്ലേ എന്നുള്ള ഒരു താല്പര്യമുള്ള ആന്റി പറഞ്ഞു, എന്റെ റിലേറ്റീവിൽ ഒരു വീട് അവിടെ കിടപ്പുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്ക്, പാസ്റ്റർമാർക്ക് കൊടുക്കത്തില്ല എങ്കിലും പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും പാസ്റ്റർ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവ പ്രാർത്ഥന കേട്ടവണ്ണം ആ വീട് ഞങ്ങൾക്ക് അനുവദിച്ച് തന്നു. ഞങ്ങള് എനിക്ക് അത്യാവശ്യം ആ വീടിനകത്ത് ഫർണിച്ചർ, എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും എടുത്തില്ല. ഞങ്ങള് 2 പായും കുറച്ച് പാത്രം, ഗ്യാസ് ഊറ്റി എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്തിൽ വന്നു. വന്നപ്പോഴും ഇവിടെ കണ്ട ഒരു കാഴ്ച, ഞങ്ങൾ എന്തെല്ലാം അവിടെ കളഞ്ഞിട്ട് വന്നോ അതെല്ലാം ഈ വീട്ടിനകത്തുണ്ടായിരുന്നു. അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം പാസ്റ്റിനെടുക്കാം. ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഗ്യാസ് ഉണ്ടായിരുന്നു, അടുപ്പുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ഫർണിച്ചർ എല്ലാം ഉണ്ട്, പാസ്റ്റിന് ഇതെല്ലാം ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ അങ്ങനെ വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആകെ ടെൻഷനായി. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വരികയാണ്. രണ്ടാമത്തെ കാര്യം, ജോലിയില്ല, നാട്ടിൽ പോകാനും പാടില്ല. ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ദേശത്തിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു പരിചയവുമില്ല. വന്ന് ഒരിടത്തിൽ വിസിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യത്തില് ചിലരൊക്കെ അറിഞ്ഞ് അവിടെ ഒരു പാസ്റ്റർ താമസിക്കുന്നെന്ന് അറിഞ്ഞ്. പക്ഷെ അത് എവിടെ ഉള്ളതാണെന്നോ ഒന്നൊന്ന് കാണാനോ, ഞങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കാനോ, ഞങ്ങൾക്ക് എന്തുണ്ടെന്ന് ചോദിക്കാൻ അന്ന് ഒരാളെ പോലും അന്ന് കണ്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറഞ്ഞ്, നമ്മൾ എന്തായാലും പട്ടിണി കിടക്കുകയാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് 21 ദിവസം ഉപവാസം അങ്ങ് ഇരിക്കാം, ഇത് കഴിയുമ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അന്ന് ആഹാരം കഴിക്കേണ്ട പ്രായമാണ്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്ന ആ വാക്ക് അനുസരിച്ച് ഞങ്ങൾ 21 ദിവസം ഇരിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകും തോറും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആകെ ക്ഷീണമാകാൻ തുടങ്ങി. പൂർത്തീകരിക്കത്തില്ലെന്ന് ആ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ എടുത്ത തീരുമാനത്തിൽ ദൈവം അതിനെ ഉറപ്പിക്കണം, ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ
ദൈവത്തിന്റെ കരം ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ 9 ദിവസം കഴിഞ്ഞ് 10ാം ദിവസത്തിലേക്ക് കയറുമ്പോൾ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുക. ഞങ്ങൾ മാറി മാറി ഞങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രവചിക്കാൻ തുടങ്ങി, വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആ ഉപവാസവും പ്രാർത്ഥനയും 21 ദിവസം പൂർത്തീകരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ ഒരു ഒരു അഭിഷേകത്തിൽ ഞങ്ങൾ 4 പേരെയും നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സഹോദരൻ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അങ്ങനെ 4 പേര്, ഞങ്ങൾ 4 പേര്, എന്റെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് 21 ദിവസം ഇരിക്കുന്നത്. 3 ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്, പക്ഷെ 21 ദിവസം വേറൊന്നും കൊണ്ടല്ല. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും പട്ടിണിയാണ്, ആഹാരമില്ല, അതുകൊണ്ട് നമുക്ക് കാര്യം ചെയ്യാം, ഉപവസിക്കാം. എന്തായാലും ദൈവം ഇത് കഴിയുമ്പോൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ ദൈവം ദേശത്തിൽ ചെയ്യും. സഹോദരം അവൻ ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ഒരു ഒരു പ്രയാസം പിന്നെയും കൂടി. കാരണം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം. കുഞ്ഞുങ്ങൾ ഓരോ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുക. ഇത് ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഇന്നതുണ്ടാക്കണം എന്ന് പറഞ്ഞ് അവരെങ്ങനെ ഓരോ യൂട്യൂബിലെല്ലാം നോക്കി ഓരോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ ഇതെല്ലാം ഇവര് പപ്പ ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഇത് ഉണ്ടായി തരണം എന്നൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനകത്ത് എന്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. കാരണം എന്റെ കയ്യിൽ ഒരു പാല് വാങ്ങാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സാഹചര്യമാണ്. ഞാൻ എന്തെന്നറിയാം, അന്ന് ഞാൻ ഒരു ആന്റിയോട് വിളിച്ചു ചോദിച്ചു, ആന്റി എനിക്ക് 500 രൂപ തരണം ഇത്തിരി സാധനങ്ങൾ വാങ്ങാൻ. അപ്പോഴ് പാസ്റ്ററെ അക്കൗണ്ട് നമ്പർ ഒന്ന് ഇടാൻ പറഞ്ഞു. 500 രൂപ ഇട്ടിട്ടോട്ടെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ATM ചെന്ന് നോക്കി, 500 രൂപ എടുത്തിട്ട് ബാലൻസ് പിന്നെ ഒരു 10,000 രൂപ അതിനകത്ത് കാണിക്കുന്നു. അപ്പൊ ഞാൻ ആകെ ഇത് ഞെട്ടിപ്പോയി, ഇതെന്തെന്ന്. പിന്നീട് ഞാൻ ഈ 10,000 രൂപയോ എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ഫോൺ ചെയ്തു, നിങ്ങൾ ഇനി പറ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, എന്റെ അക്കൗണ്ടിൽ ഇതാ വീണ്ടും പൈസ കിടക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായി. ഞാൻ ഒടുക്കം വീട്ടിൽ വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ എന്ത് ഉപവാസം ഇരുന്നോ അന്ന് എന്റെ അക്കൗണ്ടിൽ വന്നതാണ് ഈ 10,000 രൂപ. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഒരു ദേവദാസനെ അയച്ചിട്ട് പറഞ്ഞു, കോവിഡ് അല്ലേ ദേവദാസനെ, നിങ്ങൾക്ക് ചെലവിന് ഞാൻ ഒരു 10,000 രൂപ അയക്കണം. പക്ഷെ ഞങ്ങളത് കണ്ടില്ല, കേട്ടില്ല. പക്ഷെ അത് ബാങ്കിൽ ATM ചെന്നപ്പോഴാണ്. എന്നിട്ട് ഞാൻ അന്ന് പിറ്റേന്ന് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് ആ മുറ്റത്ത് നിൽക്കുകയാണ്. ആ മുറ്റത്ത് നിന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു 5 കിലോ ചിക്കനും കുറെ പച്ചക്കറി അരിയും ഒരു 1,500 രൂപയായിട്ട് ഒരു സഹോദരൻ കയറി വരികയാണ്. ഇവിടെ എനിക്ക് മനസ്സിലായത്, ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പോറ്റുന്ന ഒരു ദൈവം ആമേൻ ഹല്ലേലൂയ ഉണ്ട് എന്നുള്ളൊരു കാര്യം. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദ് പറയുന്ന, ആരെല്ലാം ഉപേക്ഷിച്ചാലും ആമേൻ ഹല്ലേലൂയ ദേശത്തിൽ നീ ഒറ്റപ്പെട്ടവനാണോ, ഹല്ലേലൂയ ആരുമില്ലാത്തവനാണോ, പക്ഷെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിൽ വിട്ടേച്ച് പോകാത്ത ദൈവമാണ്. സ്വതന്ത്രം പറഞ്ഞാണ്ട് അവന് ഈ ദാവീദ് ആമേൻ ഹല്ലേലൂയ കാട്ടിലായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, ഒറ്റയ്ക്കേ ഉള്ളൂ, കൂടെ ആരാധിക്കാൻ ആരുമില്ല, കൂടെ പാടാൻ ആരുമില്ല, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തെ അവൻ ആരാധിക്കാൻ തുടങ്ങി, പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ആമേൻ ഹല്ലേലൂയ അവിടെ ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ കരം അവൻ അവിടെ അനുഭവിക്കാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞു, അവൻ ഇവിടെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, യഹൂദന്മാരുടെ ചരിത്രം അനുസരിച്ച് ആമേൻ ഹല്ലേലൂയ ആട് മേയ്ക്കുന്നത് ഒരു തരം താഴ്ന്ന പണിയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആട് മേയ്ക്കുക എന്ന് പറഞ്ഞ ഒന്നിനും കൊള്ളാത്തവനെയാണ് ആട് മേയ്ക്കാനായിട്ട് അയക്കുന്നത്. പക്ഷേ ആമേൻ ഹല്ലേലൂയ നമുക്കറിയാം, ദാവീദ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവനാണ്, ബോവസിന്റെ കൊച്ചുമകനാണ്. പക്ഷെ ഇവിടെ ഇവന് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഇവന് വനാന്തരങ്ങളിൽ അയക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം നോക്കിയപ്പോൾ അവനെ എല്ലാത്തിനും കൊള്ളാവുന്നവനാക്കി ദൈവം അവിടെ ഉപയോഗിക്കാൻ തുടങ്ങി. മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ മനുഷ്യൻ ഒന്നും കൊള്ളുകയില്ല. ആമേൻ മനുഷ്യന്റെ കണ്ണിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ആമേൻ ഹല്ലേലൂയ കൊള്ളരുതാത്തവനാണെന്നും ഉപയോഗമില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന തരത്തിലാണ് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. എവിടെയാണോ മനുഷ്യൻ മാറ്റി നിർത്തുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. അപ്പൊ നമുക്കറിയാം ആമേൻ ഹല്ലേലൂയ 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്ട്.
ഇശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. ആമേൻ, സ്തോത്രം. അപ്പോൾ ദാവീദിന്റെ അപ്പൻ, അവൻ ഹല്ലേലൂയ, ദാവീദിന്റെ അപ്പൻ അറിയില്ല യവനാണ് ആ പടയെ ജയിക്കേണ്ടവനെന്ന്. ദാവീദിന്റെ അപ്പൻ ഇശായിക്ക് അറിയത്തില്ല യവനാണ് അവന്റെ ജ്യേഷ്ഠന്മാരെ ആ യുദ്ധകളത്തിൽ നിന്ന് വിടുവിക്കേണ്ടവനെന്ന്. ഹല്ലേലൂയ. പക്ഷെ അവിടെ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, വേഗത്തിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, പക്ഷെ ദാവീദിന്റെ അപ്പൻ അറിയില്ല. നീ എവിടെയെങ്കിലും ലേറ്റായി ഒരു കാര്യം പറയാം, നീ വേഗത്തിൽ കൊണ്ടു ചെല്ലണം. കാരണം അവൻ ഒന്നുമില്ലെങ്കിൽ അത് ഇശായിയെ കൊണ്ട് അത് ദൈവം പറയിച്ചത്. കാരണം ഇശായിക്ക് അറിയില്ല, അപ്പൻ അറിയില്ല യവനാണ് ആ യുദ്ധത്തെ ജയിക്കുവാനുള്ളത്, യവനാണ് ആ മല്ലന്മാരെ തോൽപ്പിക്കാനുള്ളവനെന്നും യവനാണ് ആ ഗോലിയാത്തിനെ തകർക്കുവാനുള്ളതെന്ന് അപ്പൻ അറിയില്ല. അപ്പൻ പറയുന്ന ഒരു വാക്കുണ്ട്, നീ വേഗത്തിൽ പോകണം. ഇന്ന് രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാം, ഇതിനകത്തിരിക്കുന്ന ചിലരുടെ വേഗത വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില കാര്യങ്ങൾക്ക് ഹല്ലേലൂയ ഒരു സ്റ്റെപ്പ്, വേഗത്തിൽ ഒരു സ്റ്റെപ്പ് കൂടി കയറാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പുറകോട്ട് വലിച്ച മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ പുറകോട്ട് നിർത്തിയ ചിലതിന് ഇന്ന് ജയിച്ചുകൊണ്ട് ഹല്ലേലൂയ ഓവർകം ചെയ്ത ഹല്ലേലൂയ ക്രോസ് ചെയ്യുന്ന രാത്രിയാണത് പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായി കാണിക്കുന്നത്. ചിലതിനെ ക്രോസ് ചെയ്യാൻ പോവുക. എന്നെ കാണുന്ന ചിലര് ഈ 2025 കഴിയുമ്പോൾ ചിലതിനെ ക്രോസ് ചെയ്ത് കയറാൻ പോവുകയാണ്. സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവന്റെ ജ്യേഷ്ഠന്മാര് ദാവീദിനെ കണ്ടിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ പട കാണാൻ വന്നതല്ലേ? നീ ആടുകളെയൊക്കെ വിട്ടിട്ട് നീ പട കാണാൻ വന്നതല്ലേ? നിന്റെ തന്ത്രമല്ലേ? പക്ഷെ ദാവീദ് പറഞ്ഞു, ഇല്ല, ഞാൻ പട കാണാൻ വന്നതല്ല, ഞാൻ പടയെ ജയിക്കാൻ വന്നവനാണ്. ഹല്ലേലൂയ. അതിനൊരു കാരണമുണ്ട്. അന്ന് കാട്ടിൽ ഹല്ലേലൂയ സിംഹത്തെ ഞാൻ വലിച്ചു കീറി, കരടിയെ ഞാൻ വലിച്ചു കീറി. ആ ഉറപ്പ് ധൈര്യം ഉള്ളതുകൊണ്ട് പറയുക, ഞാൻ ഈ പടയെ ജയിക്കും, ഈ മല്ലനെ ജയിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ചിലതിനെ ജയിച്ചു കയറുന്ന രാത്രിയാണ്. നിന്നെ മുൻപോട്ട് വിടാതെ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും മുൻപോട്ട് വിടാതെ നിൽക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ക്രോസ് ചെയ്ത് കയറാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. ഓ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് വിളിച്ച് പറയാം, ജീവിതത്തിൽ ഇതുവരെ ജയിക്കാത്ത ചിലതിന് ഇന്ന് രാത്രി ജയിക്കാൻ പോവുകയാണ്. സ്വതന്ത്രം പറഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ. അപ്പോഴ് ആമേൻ, ഹല്ലേലൂയ. ശൗലിന് ഹല്ലേലൂയ ജ്യേഷ്ഠന്മാരോട് ഈ വർത്തമാനം പറയുന്നത് ശൗല് കേട്ട് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ കാട്ടിൽ ആടുകളെ മേച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് സിംഹം വന്ന ആടിനെ പിടിച്ചപ്പോൾ ഞാൻ അതിനെ വലിച്ചു കീറി. ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ ടെസ്റ്റ് മണികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആര് കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ ശൗൽ ഇത് കേൾക്കുന്നുണ്ട്. ശൗൽ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഈ പടയെ നീ ജയിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ പകുതി സമ്പത്ത്. ഓ ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത്, ഞാൻ പൊന്നുപോലെ വളർത്തിയ മകളെ കൂടി നിനക്ക് ഞാൻ ഏൽപ്പിക്കും. സ്വതന്ത്രം പറഞ്ഞാട്ടെ ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് വിളിച്ച് പറയാം. ഹല്ലേലൂയ സമ്പത്ത് ഉണ്ടാകാൻ നീ എഞ്ചിനീയർ ആകണ്ട. ഹല്ലേലൂയ നന്മയുണ്ടാകാൻ നീ ഒരു ഡോക്ടർ ആകണ്ട. അഭിഷേകമുണ്ടോ നിന്റെ പിന്നാലെ ഇത് വരും. സ്വതന്ത്രം പറഞ്ഞു. സ്വതന്ത്രം. ആമേൻ, ഹല്ലേലൂയ. ഇത് രാത്രി ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്ന രാജ്യത്തിന്റെ പകുതി സമ്പത്ത് ശൗൽ പറയുകയാണ്, നീ അവനെ ജയിക്കുമെങ്കിൽ. അപ്പോൾ ദാവീദ് പറഞ്ഞൊരു വാർത്തയുണ്ട്, ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ ഗോലിയാത്തിനെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. സ്വതന്ത്രം പറഞ്ഞോ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ചിലതിനെ ജയിച്ചു കയറുന്ന രാത്രിയാണ്. നിന്റെ മുൻപോട്ട് വിടാതെ നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിന് ഇന്ന് രാത്രി സ്വർഗം അതിനെ പരാജയപ്പെടുത്തുന്ന രാത്രിയാണ്. നീ പുതുവർഷത്തിലേക്ക് കയറുമ്പോ, 2026 കയറുമ്പോ ഈ ശത്രു നിന്റെ ഇനി ദൃഷ്ടി വെക്കത്തില്ല. സ്വാതന്ത്ര്യം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ.
ഞാന് ഇവിടെ വന്നപ്പം താമസിക്കാൻ കിട്ടിയ ഒരു വീടെന്ന് പറയുന്നത് എപ്പോഴും ആന ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് രാത്രി ഉറക്കമില്ല. വീട്ടിന്റെ മുറ്റത്ത് വന്ന അവന് ഭയങ്കര ശല്യമാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ ഉപവാസ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാന് ചില വീടുകളൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനും എൻ്റെ ഭാര്യയും ചില വീടുകളിലൊക്കെ കയറി. അമ്മേ, ഇപ്പോൾ ഞാന് ജസ്റ്റ് ഒരു 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 കടയുണ്ട്. ആ കടയിൽ ചെന്ന് സാധനം വാങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് ആ അങ്കിള് പറഞ്ഞു, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഇപ്പൊ പുതുതായിട്ട് ഇവിടെ താമസിക്കാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒത്തിരി പാസ്റ്റർമാരൊക്കെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ശരി, അപ്പോഴൊരു കാര്യം ചെയ്, ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിലോട്ട് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴ് ഞാൻ പറഞ്ഞു, ശരി അങ്കിളെന്ന് പറഞ്ഞു. അപ്പോഴ് ഞങ്ങളെ വീട്ടിലോട്ട് ക്ഷണിച്ചത് പുള്ളിയാണ്. ബാക്കിയെല്ലാം നമ്മൾ ചെന്ന് ആ വീട്ടിൽ ചെന്ന് കയറുകയാണ്. അപ്പോഴങ്ങനെ എനിക്കെന്നാ അന്ന് പോകാൻ പറ്റിയില്ല. ഞാൻ പിറ്റേന്ന് ആ കടയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അങ്കിളെ ഇന്നലെ വരാൻ പറ്റിയില്ല, സോറി ഇന്ന് വരാം കേട്ടോ അങ്കിളെ. അപ്പോഴാണ് അങ്കിൾ എന്നോട് പറഞ്ഞു, അയ്യോ വരല്ലേ പാസ്റ്റർ. എൻ്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇവിടെ ഒരു പാസ്റ്റർമാരെ കൊണ്ടുവരരുതെന്ന്. അപ്പോഴ് ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങള് പിന്നെ ഓക്കെ, പിന്നെ അങ്ങനെ അറിയത്തില്ല, വീട് അറിയത്തില്ല. ഞങ്ങൾ ഇങ്ങനെ കയറി ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ പല വീടുകളിലും കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വന്നപ്പം ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വലിയൊരു വീടാണ്. അത്യാവശ്യം ആ ഏരിയയിൽ നല്ലൊരു അത്യാവശ്യം നല്ല വലിപ്പവും ഇത്തിരി ചുറ്റുപാടൊക്കെ ഉള്ള ഒരു വീടാണ്. പക്ഷെ ഈ അങ്കിളുടെ വീടാണെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ നിലവിളക്കും കുറെ വിളക്കുകളെല്ലാം വാരിയിട്ട് ഒരു ആന്റി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ, ആ മുറ്റത്ത് കയറി ചെന്നപ്പം ആ ആന്റിയോട് പറഞ്ഞു, സ്തോത്രം, ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന ഒരു പുതിയ പാസ്റ്റർ കുടുംബം, ഒന്ന് കയറിയിരിക്കുക, എനിക്ക് പൂജയ്ക്ക് വിളക്ക് എത്തിക്കാൻ സമയമായി, നിങ്ങളൊന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കയറി ഇരുന്നു, മരുമകളായിട്ടൊക്കെ സംസാരിച്ചു. ആന്റി ആ ഒരു ബെഡ്റൂമിൽ കയറി പൂജയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നു, കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഇന്നലെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഒരു പാസ്റ്റർ വരുന്നു. പക്ഷെ ഇവിടെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ആന്റിയാണ് നമ്മളിവിടെ വരണ്ട എന്ന് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സുകൊണ്ട് ചിന്തിച്ച്, ശരി ഇപ്പോൾ ഞാൻ ഇറങ്ങി പോകാൻ നേരത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളൊക്കെ എന്തേ രക്ഷപ്പെടേണ്ടത്. അങ്ങനെ പറഞ്ഞപ്പോ അവര് അവിടെ അങ്ങ് നിന്നു. അവിടെ നിന്നപ്പോഴത്തേക്ക് അപ്പോഴെ മരുമകളൊന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് 2 വിഷയം പ്രാർത്ഥിക്കണം. 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. ശരി, എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല. ഞാൻ ചോദിച്ചു, ഇത് 2 തന്ന നിങ്ങൾ എന്ത് ചെയ്യും? എങ്കിൽ ഞങ്ങൾ പാസ്റ്ററിന്റെ കൂടെ വരും. ഞാൻ ചോദിച്ചു, ഉറപ്പാണ്? ഉറപ്പാണ്. ശരി, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞ ദൈവം ഒരു അത്ഭുതം ചെയ്യും. പ്രാർത്ഥിച്ചു, ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് തോന്നി ദൈവം ഈ വീട്ടിനകത്തൊരു ഒരു അത്ഭുതം ചെയ്ത അത് ദേശത്തിന്റെ ഒരു അത്ഭുതമായിരിക്കുന്നു എന്റെ മനസ്സ് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പം ആ സഹോദരി പറയുകയാണ്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഹല്ലേലൂയ. 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹല്ലേലൂയ, ആ സഹോദരി പറയുകയാണ്, എന്റെ ഭർത്താവിന് ജോലി കിട്ടി, ടൈറ്റാനിയത്തിൽ ഇന്ന് 65,000 രൂപ സാലറി വാങ്ങിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ ഞാൻ അവരോട് ചോദിച്ച്, ഇനി നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ വന്നൂടെ? വരാം. അവളെ അമ്മയോട് പറഞ്ഞു, ഇനി എൻ്റെ പേരിൽ, ഞങ്ങളുടെ പേരിൽ ഇനി ഒരു നേർച്ചയോ കാഴ്ചകളോ ഇനി കഴിക്കരുത്. ഞങ്ങൾ തീരുമാനമെടുത്ത് ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ചോദിച്ചതെല്ലാം വന്നു. അപ്പോൾ ഞാൻ അമ്മായിയായ ആന്റിയോട് പറഞ്ഞു, ആന്റി ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടി, ഞങ്ങളും കൂടെ വന്നൂടി. ആന്റിക്ക് വരാനൊരു മടി. കാരണം അവർ ഈ ദേശത്തിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ അമ്പലത്തിലെ സെക്രട്ടറിയാണ് ആന്റി. ഈ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ചെലവും ഇവിടുത്തെ ശിവക്ഷേത്രത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പൂജാ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആന്റിയായിട്ട് അവർക്ക് പെട്ടെന്നൊരു അത് കേട്ടിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ദൈവകൃപയ ഞാൻ പറയട്ടെ,
ആമൻ എൻ്റെ ആലയത്തിൽ, ഞങ്ങളുടെ ആലയത്തിൽ ഒന്നാമത് സ്നാനപ്പെട്ടത് ആ ആന്റിയാണ്. ഫസ്റ്റ് സ്നാനപ്പെടുന്നത്. ആമൻ അതിന് എല്ലാ ചാക്കുകെട്ടിലും വാരി എറിഞ്ഞ് ദൂരെ കൊണ്ടു. ഈ ആന്റി വന്നതോടുകൂടി ദേശത്തിൽ ആമൻ ഹല്ലേലൂയ ഒരു സംസാരമായി. ആമൻ ഈ ആന്റിയുടെ കൂടെയൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെ എല്ലാം ചർച്ചിൽ കയറ്റി. ഇന്ന് ഇവിടത്തെ ഈ അമ്പലങ്ങളെല്ലാം കൂട്ടിക്കിടക്കുകയാണ്. അവൻ ഹല്ലേലൂയ അത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഞാൻ ആ പ്രശ്നക്കാരൻ. അവൻ ഇവിടത്തെ ഒരു ശക്തികൾക്ക് കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. സ്വതന്ത്രം പറഞ്ഞോ അവൻ ഹല്ലേലൂയ. അങ്ങനെ അവൻ ഹല്ലേലൂയ ആ ആന്റി വന്നതോടുകൂടി ദേശത്തിൽ ഒരു കൂട്ട ആത്മാക്കൾ ദൈവം തരാനിടയായി തീർന്നു. അവൻ സ്വതന്ത്രം. അങ്ങനെ ഈ ആത്മാക്കൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആരാധിക്കാനായിട്ട് ഒരു ഹോളില്ല. അപ്പോൾ അങ്ങനെ ഒരു വീട്ടില്, അത് ഞാൻ പറയുന്നില്ല, അതൊരു വീട്ടിൽ ഒരു അത്ഭുതം ചെയ്തപ്പം അവര് പറഞ്ഞ പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഒരു വീടുണ്ട് ജംഗ്ഷനിൽ കിടക്കുന്ന, അത് പാസ്റ്റർ ആരാധനയ്ക്ക് എടുത്തോ, ഒരു പൈസ വാടക തരണ്ട എന്ന് പറഞ്ഞു. സ്വതന്ത്രം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം മാറി. ആൾക്കാർ വരുന്നത് കണ്ട് അതിൽ അവർ വിചാരിച്ച് പാസ്റ്ററിന് ഏതാണ്ടൊക്കെ വരവുണ്ടെന്ന് കണ്ടിട്ട് അവർ പറഞ്ഞ് ഇനി അങ്ങോട്ട് അവൻ വാടക തരണമെന്ന് പറഞ്ഞ്. അപ്പച്ചൻ പറയുന്നത് അന്ന് തൊട്ടുള്ള ഇന്ന് വരെയുള്ള വാടക ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 35,000 രൂപ. എന്നോട് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നീ വാടക തന്നില്ല ഒറ്റ സാധനം എടുപ്പിക്കത്തില്ല, വേറെ പൂട്ടിട്ട് കൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഇത് കേട്ടപ്പോഴത്തേക്ക് ആകെ ടെൻഷനായി. കാരണം ഈ ആൾക്കാർ വരുന്നെങ്കിലും ഹല്ലേലൂയ അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ. ഹല്ലേലൂയ അവര് സാധാരണക്കാരാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ എൻ്റെ ഉള്ളത്തിനകത്ത് ഒരു ഭാരമായിപ്പോയി. എന്തെന്നറിയാമോ, ഞാൻ ഈ ജനത്തെ കൊണ്ട് എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് ഞാൻ മസ്കറ്റിലെ ചർച്ചിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആ ദേവദാസനോട് ഞാൻ പറഞ്ഞു, ദേവദാസനെ ഇങ്ങനൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാസ്റ്റർ എന്നോട് വിളിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് എത്ര രൂപയ്ക്ക് കൊടുക്കുമെന്ന് ചോദിക്കാൻ. ആമേൻ ഹല്ലേലൂയ. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് എടാ വാടക തരാൻ നിവൃത്തിയില്ലാത്തവൻ വന്ന് പറയുകയാണ് ഈ വീട് സ്ഥലം എത്ര രൂപയ്ക്ക് കൊടുക്കുമെന്ന് ചോദിക്കാൻ. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്റെ പേരിൽ എഴുതി വാങ്ങാൻ സ്വർഗത്തിലെ ദൈവം കരുതി. സ്വതന്ത്രം. പക്ഷേ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു ദിവസം ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോ 3 വണ്ടി പോലീസ്. എന്തിനെന്നറിയാമോ, അവിടെ ആൾക്കാർ വരുന്നതൊക്കെ കണ്ട് ഈ അമ്പലത്തിലുള്ളവരെല്ലാം ഹല്ലേലൂയ ദൈവകൃപയാൽ ഞാൻ ഇന്ന് ഒരു കാര്യം പറയട്ടെ, 10-65ഓളം വിശ്വാസികളുണ്ട്. പക്ഷെ ഒറ്റ ക്രിസ്ത്യാനികളില്ല, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും എന്നോട് കുറച്ച് അസൂയയുണ്ട്. ആദ്യമായി എതിർപ്പുമായിട്ട് വന്നത് ഇവിടെ IPCയിലെ ഒരു പാസ്റ്ററും സെക്രട്ടറിയും ആണ്. ഇവിടെ നിന്ന് എന്നെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, ഇവിടെ ഈ ദേശത്ത് നിന്ന് പോയിക്കോണം. പക്ഷെ അവരെല്ലാം ഓട്ടിച്ചു. പക്ഷെ തമ്പുരാൻ ഇന്ന് എന്നെ നിർത്തിയിരിക്കുന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം, ദൈവം അയക്കുന്നിടത്തിന് ഞാൻ പോയിക്കോളാം. പക്ഷെ ഹല്ലേലൂയ ഞാൻ ഒരു ദിവസം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് 3 വണ്ടി പോലീസ്, അവന് 1 വണ്ടി വനിതാ പോലീസ്, 2 വണ്ടി പോലീസ്. അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ എന്തോ ഭയങ്കര ബഹളമൊക്കെ ആണെന്ന് ഇവിടെ അടുത്തുള്ളവർ വിളിച്ചു പറഞ്ഞല്ലോ. വന്നപ്പോഴ് ഞങ്ങളുടെ സഭയിൽ ഒരു ആന്റി പ്രാർത്ഥിച്ചു, ഞങ്ങൾ പോലും കേട്ടില്ല. പോലീസുകാർ വന്ന് നോക്കിയപ്പോൾ സഭയിൽ പ്രാർത്ഥന നടന്നിരിക്കുക. പക്ഷെ ആ ആന്റി പ്രാർത്ഥിച്ചത് സഭയിൽ പോലും കുറച്ച് കേട്ടില്ല. അവര് വന്ന് നോക്കിയപ്പോ ഇങ്ങനെ ഇവിടെ ഒരു അനക്കവും ഇല്ലല്ലോ എന്നല്ല പറഞ്ഞു. സർക്കിൾ എന്നെ പിറ്റന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ സ്റ്റേഷനിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം സാറേ എന്ന് പറഞ്ഞു. വന്നു ചെന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാസ്റ്റർ ആരാധന നടത്തിക്കുക ഒരൊറ്റ കുഞ്ഞുങ്ങൾ തടയത്തില്ല. സഹോദരം, ആ ഈ സർക്കിള് ഇന്നും ഈ വീട്ടിൽ വരും, എന്നെ അന്വേഷിച്ച് വരും. ഞാനും അങ്ങനെ ഒരു ബന്ധമുണ്ട് ആ സർക്കിളിൽ, കുളത്തുപുഴ സർക്കിളുമായിട്ട്. അതുകൊണ്ട് അവൻ ഹല്ലേലൂയ അവൻ അതാ പറഞ്ഞത്, വചനം പറയുന്നത് ആരെല്ലാം തള്ളിക്കളഞ്ഞാലും അവൻ അത് ഒത്തിരി അനുഭവങ്ങൾ. 2 അവൻ എന്നെ കുറെ RSSകാർ രാത്രിയില് ഞാൻ ആ വാഹനത്തിൽ പോകുമ്പോൾ വണ്ടി തടഞ്ഞു നിർത്തി എന്റെ ബൈക്കിന്റെ ചാവി ഊരിയിട്ട് പറഞ്ഞ് നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം, അല്ലെങ്കിൽ അവൻ നൽകിയ നിന്റെ കൈയും കല്ലും ഞങ്ങൾ അടിച്ചോടിക്കും, ഇനി ഒരൊറ്റ വീട്ടിൽ കയറി പോലെന്നൊക്കെ പറഞ്ഞു. സ്വതന്ത്രം. പിറ്റന്ന് രാവിലെ അവര് തൊഴുതും കൊണ്ട് വന്ന് പറഞ്ഞ് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. അവൻ ഹല്ലേലൂയ അന്ന് സൗണ്ട് ഉണ്ടാക്കി ഇവിടെ ഒച്ചപ്പാടാണെന്ന് പറഞ്ഞ ഹല്ലേലൂയ ആ വീട്ടുകാര് ഞാൻ നോക്കിയപ്പം അവർ ചായക്കട നടത്തുന്നവരാണ്. 2-3 ദിവസം ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം, അവർ ഹോസ്പിറ്റലില്ല. എന്തെന്നറിയാമോ,
അല്ലെങ്കിൽ അവർക്ക് അവര് സർക്കിളിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഭയങ്കര ബഹളമാണ്, എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ആഴ്ചയിൽ തന്നെ ഒരു 3-4 ദിവസമായിട്ട് കട തുറക്കുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റാ. കാരണം എന്നറിയാമോ? ഈ കാട്ടിലെ ഒരു സൈസ് വണ്ട് അവരുടെ ചെവിക്കകത്ത് കയറി. സ്തോത്രം. അവർക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ച് വരുത്തിയ അവരുടെ ചെവിക്കകത്ത് ഈ കാട്ടിലെ ഒരു സൈസ് വണ്ട് കയറിപ്പോയി. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം അവിടെ എല്ലാ അത്ഭുതങ്ങൾ, അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളുടെ നടുവിൽ എന്നോട് പറഞ്ഞത്, നീ ഇനി ഒരൊറ്റ വീട്ടിൽ കയറി പോകരുത്, നിന്റെ കൈയും കാലം ഞങ്ങൾ അടിച്ചൊടുക്കും എന്നൊക്കെ പറഞ്ഞവൻ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട്, അവന്റെ ഭാര്യ വേറെ ഒരുത്തിന്റെ കൂടെ പോയി ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് അവൻ കയറി തൂങ്ങി. ഞാൻ വന്നപ്പോൾ, ആരാധന കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ നിറച്ച ആളും പോലീസും. അപ്പോഴന്ന് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇവൻ ആ വിഷത്തിനെതിരെ വിരൽ ചൂണ്ടിയത് കൊണ്ടാ. അതുകൊണ്ട് ദേശത്തിലൊരു ഭയം. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. ഇന്ന് ചരിത്രത്തില് കൊളത്തുപ്പുഴ സെൻട്രലില് ഇന്നൊരു വർഷിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ദൈവകൃപയ ഞങ്ങളുടെ വർഷിപ്പാണ്. സ്തോത്രം പറഞ്ഞാട്ട് എവിടെ പിശാച് പറിച്ചു കളയുമെന്ന, എവിടെ നിന്ന് ഓട്ടിച്ച് കളയുമെന്ന പിശാച് വെല്ലുവിളിച്ചോ അതേ പട്ടണത്തിൽ കൊണ്ടുവന്ന് നിർത്തി ദൈവം മാനിക്കാൻ ശക്തനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടി ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ദൂതിലേക്ക് കയറാൻ പോവുകയാണ്. ഇന്ന് അന്ന് എന്റെ കുഞ്ഞുങ്ങൾ ഉപവസിച്ചെങ്കിൽ, പ്രാർത്ഥിച്ചെങ്കിൽ, എന്റെ മകള് ഹൈദരാബാദിൽ BSc നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഇന്ന് എന്റെ മകൻ, രണ്ടാമത്തെ മകൻ, ബൈബിൾ കോളേജിൽ പഠിച്ചു, 4 വർഷം ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു. പൗരോഷൻ ചാനലില്, മീഡിയയിലും, വർഷിപ്പിലും, മെസ്സേജിലും ആയിട്ടൊക്കെ ദൈവം ശക്തമായി അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെ ആയില്ലെന്ന സ്വർഗം പറഞ്ഞ അന്ന് ആ ദേശത്തിൽ കിടന്ന പ്രതികൂല സഹിച്ചെങ്കിൽ ഇന്ന് കർത്താവ് പട്ടണത്തിൽ കൊണ്ടുവന്ന നിർത്തി ദൈവ ശുശ്രൂഷയിൽ അനേക പേര് എല്ലാ ആഴ്ചകളിലും അനേക കുടുംബങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ കാരണം ഉപവാസം, പ്രാർത്ഥന അന്ന് വൃഥാവായി തീർന്നില്ല. അന്ന് ആര് ചേർത്ത് പിടിക്കാനില്ലായിരുന്നെങ്കിൽ ഇന്ന് പട്ടണത്തിൽ കൊണ്ടുവന്ന് നിർത്തി അനേക പേരുടെ മുമ്പിൽ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതിനകത്ത് ചിലരുടെ ദൈവം ഉപയോഗിക്കും. കർത്താവിന്റെ ദാസിയെ ബീനാജിയോട് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയുന്നു. അനേക പേർക്ക് ഒരു ആശ്വാസമായി മാറാൻ പോവുകയാണ്. അനേകം പേരുടെ വിഷയങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഒരു കൂടാരമായി മാറാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ആർക്കും വേണ്ട എന്ന ലോകം വിധി എഴുതിയാലും ദൈവം പറയുന്നു ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് തുടർന്നുള്ള ദൂതുകളിലേക്ക് കയറാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ 14-ാം യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കാലേബ് പറയുകയാണ്, കാലേബിന് അവകാശപ്പെട്ട ആ പട്ടണത്തിൽ നിന്നുകൊണ്ട്, ആ താഴ്വരയിൽ നിന്നുകൊണ്ട് കാലേബ് ഇപ്രകാരം പറയുകയാണ്, മോശ എന്നെ അയച്ച നാളിലെ പോലെ പടം വെട്ടുവാനും പൊരുതുവാനും അന്നത്തെ പോലെ ആരോഗ്യം ഇന്നും ഇരിക്കുന്നു. കാലേബിന്റെ വാക്തത്വ ഭൂമിക്കകത്ത്, ആ വാക്തത്വ പട്ടണത്തിനകത്ത് അനാക്യന്മാർ അതിന് അവകാശം പറഞ്ഞു വയ്ക്കുമ്പോൾ, വാക്തത്വങ്ങളുടെ മേൽ ശത്രു അവകാശം പറഞ്ഞു നിൽക്കുമ്പോൾ കാലേബ് പറയുന്നു, എന്നെ മോശ കനാൻ ദേശത്തിൽ അയച്ചപ്പോൾ അന്ന് 12 പേര് പോയെടുത്തില്ല, ആ 10 പേര് വന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ അനാക്യന്മാരെ അവിടെ കണ്ടു എന്ന്. പക്ഷെ കാലേബ് പറയുന്നു, ആ അനാക്യന്മാരെ ഒന്നുപോലും ശേഷിക്കാതെ വേണം തകർത്തു കളഞ്ഞുവെങ്കിൽ
എങ്കിൽ, അതിനെ ജയിച്ചു എങ്കിൽ, ആമേൻ ഹല്ലേലൂയ, കാലേബിന്റെ സന്തതിക്ക് കൂടി അവകാശപ്പെട്ട ഈ വാഗ്ദത്ത പട്ടണത്തിൽ നിൽക്കുന്ന ആമേൻ അനാക്യന്മാരെ നോക്കിയിട്ട് ആമേൻ കാലേബ് വിളിച്ചു പറയുന്നു, ഇതിനെ ജയിക്കാൻ അന്നത്തെ പോലെ ആരോഗ്യം ഇന്നുമുണ്ട്. സ്തോത്രം പറഞ്ഞാട്ട് ഇത് പറയുമ്പോൾ അവൻ കാലേബിന് കാലേബിന് 40-ാമത്തെ വയസ്സിലാണ് കനാൻ ദേശത്തേക്ക് അയക്കുന്നത്. പക്ഷെ ഈ പട്ടണം പിടിക്കാൻ ഈ വാഗ്ദത്ത ഭൂമിയിൽ കാൽ വയ്ക്കുന്നത് 45 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഈ 45 വർഷവും എന്നെ ജീവനോടെ വെച്ചിരുന്നു. സ്തോത്രം പറഞ്ഞാട്ട് ആമേൻ ഹല്ലേലൂയ. ജീവനോടെ വെച്ചിരിക്കുന്നു എന്ന് അവൻ പറയുന്നതിന്റെ ഒരു പ്രത്യേക കാരണം ഈ വാഗ്ദത്തമാണ്. കാരണം യുദ്ധം ചെയ്തപ്പോൾ ഒരു പക്ഷേ അവൻ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കാം. പല യുദ്ധങ്ങളിലും ആമൻ ഹല്ലേലൂയ യോശുവയോടൊപ്പം യുദ്ധം ചെയ്യുമ്പോൾ, അവൻ കാലേബ് യുദ്ധം ചെയ്യുമ്പോൾ അവൻ ഒരു പക്ഷേ കാലേബ് ആമൻ ഹല്ലേലൂയ ആമൻ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കാം. പക്ഷെ ഇവിടെ പറയുന്നതിന്റെ ഒരു പ്രത്യേക കാരണം ഈ വാഗ്ദത്തമാണ് ഇന്ന് ജീവനോടെ വെച്ചിരിക്കുന്നത്. സ്തോത്രം. ആമൻ ഹല്ലേലൂയ. അതുപോലെ പലരെയും ആമൻ ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് വാഗ്ദത്തമുള്ളത് കൊണ്ടാണ്. സ്തോത്രം പറഞ്ഞാട്ട് ഇവിടെ കാലേബ് പറയുന്നു, 45 വർഷം ആമൻ ഈ വാഗ്ദത്തത്തിന് വേണ്ടിയാണ് എന്നെ ജീവനോടെ വെച്ചിരുന്നത്. ആമൻ ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആമൻ ഹല്ലേലൂയ, ആമൻ ഹെബ്രോൻ താഴ്വരയുടെ അടിവാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ആമൻ ഹല്ലേലൂയ, ഇത് ഞാൻ കൈവശമാക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ആമൻ ഹല്ലേലൂയ. എത്ര അനാക്യൻ മല്ലന്മാരും ആമൻ ഹല്ലേലൂയ വാഗ്ദത്തത്തെ തടഞ്ഞു വെച്ചാലോ ആമൻ ഹല്ലേലൂയ ആമൻ ഉറപ്പുള്ള ആമൻ ഹല്ലേലൂയ ബലവും ഉറപ്പുമുള്ള ആമൻ പട്ടണത്തെ ആമൻ നശിപ്പിച്ചു എങ്കിൽ, ആ കനാൻ ദേശം പിടിച്ചുവിടുത്തു എങ്കിൽ, ആമൻ ഇവിടെ പറയുന്നു അതേ ആരോഗ്യം ഇന്നുമുണ്ട്. ആമൻ 85-ാമത്തെ വയസ്സിൽ ആമൻ ഹല്ലേലൂയ ഇവിടെ വൃദ്ധനായിട്ട് നിന്നുകൊണ്ട് പറയുകയാണ്, ആമൻ അഭിഷേകം ഇന്നും എന്റെ മേൽ ആമൻ അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. സ്തോത്രം പറഞ്ഞ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ആമൻ 85 വയസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. സ്തോത്രം. ഞാൻ ആരെയും കാണുന്നില്ല. സ്തോത്രം. ഇന്ന് ചില സഭകളിൽ നോക്കിയാൽ കാലേബിനെക്കാളും പ്രായം ചെന്നവരെ പോലെ ഇരിക്കുന്നത്. സ്തോത്രം. പക്ഷേ കാലേബ് പറയുന്നു, ഞാൻ എന്ന് ദൈവസന്നിധിക്ക് ഇറങ്ങി തിരിച്ചോ അന്നത്തെ അതേ ആരാധന, അന്നത്തെ അതേ അഭിഷേകം, അന്നത്തെ അതേ കൃപ ഇന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ഈ പട്ടണത്തിൽ എന്ന് വാഗ്ദത്തം ചെയ്തോ അവൻ അന്ന് കയറിയതാണ് ഈ ശത്രുക്കൾ. പക്ഷെ 45 വർഷങ്ങൾക്ക് ശേഷം ആ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് കാൽ ചവിട്ടിയിട്ട് അവൻ കാര്യം പറഞ്ഞു, ഇനി ശത്രുവിനെ അവൻ ഇതിനകത്ത് വാഴാൻ അനുവദിക്കത്തില്ല. കാരണം ഇത് എന്റെ അവകാശത്തിൽപ്പെട്ടതാണ്, ഇത് എന്റെ സന്തതിക്ക് കൂടി ഉള്ളതാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ അവൻ ഒരു ദൂത് പ്രഖ്യാപിക്കുന്ന, അവൻ നിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ അവൻ കയറി നിൽക്കുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ തടയുന്ന ചില ഇരുളിറ്റ ശക്തികൾ, ചില വൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ അത് അടിഞ്ഞു മാറുകയാണ്. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മുൻപോട്ട് വിടാതെ വേണം എന്ന് ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞു. അന്ന് തടഞ്ഞ ചില തടസ്സങ്ങൾ ഇന്ന് രാത്രിയിൽ അത് പൊട്ടുകയാണ്. അവൻ അല്പസമയം കരങ്ങളെ ചേർത്തടിച്ച അവൻ 2022 കേട്ട ചില വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി അത് ഓപ്പൺ ആകുമെന്ന് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയൂ. 2022 കേട്ട ചില വാഗ്ദത്തങ്ങൾ അവൻ ഇന്ന് രാത്രിയിൽ അത് ഓപ്പൺ ആകുകയാണ്. ശത്രുവേ, നീ വാഗ്ദത്തങ്ങളുടെ മേൽ നിനക്കെന്ത് അവകാശം? ഇത് എന്റെ സന്തതിക്കുള്ളത്, എന്റെ തലമുറയ്ക്കുള്ളത്, ഇത് എന്റെ അവകാശത്തിലുള്ളത്. അവൻ ഇന്ന് രാത്രിയിൽ എന്റെ അവകാശത്തിന്മേൽ അവൻ ഇരിക്കുന്ന ശത്രുവിന്റെ കരം ഇന്ന് രാത്രി സ്വർഗം അതിനെ ഉടയ്ക്കാൻ പോവുകയാണ്. അല്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ചിലർ വാഗ്ദത്തങ്ങളിലേക്ക് കയറുകയാണ്, ചിലർ വാഗ്ദത്തങ്ങളിലേക്ക് കയറുകയാണ്, അടുത്ത ലെവലിലേക്ക് കയറുകയാണ്. അവൻ ദൈവം പറഞ്ഞ ചില പേപ്പറുകൾ ഓപ്പൺ ആകുന്നു. ഇന്ന് രാത്രി അവൻ ചില പേപ്പറുകൾ ഓപ്പൺ ആകുന്നു. അമ്മേ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നോട് പറഞ്ഞ ചില വാഗ്ദത്ത പേപ്പറുകൾ, അവൻ വാഗ്ദത്ത യാത്രകൾ ഇന്ന് രാത്രിയിൽ സ്വർഗം അവൻ ഹല്ലേലൂയ തുറക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അവൻ ഹല്ലേലൂയ വ്യക്തമായി ഞാൻ ദൂത് പറയുന്നു, ഇന്ന് രാത്രി ചിലത് തുറന്നു വരികയാണ്.
സ്വോത്രം. ഒരു ഒത്തിരി ദൂതുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നു. സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇനി ശത്രുവിന് നിന്റെ അവകാശത്തിന്മേൽ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, രാജ്യങ്ങളുടെ ഡോറുകൾ ദൈവം തുറക്കുന്ന, ചില പേപ്പറുകൾ സൈൻ ചെയ്യുന്ന, മാറി മാറിയുള്ള രാജ്യങ്ങളുടെ യാത്രകൾ സ്വർഗം തുറക്കുന്നു ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഇന്ന് രാത്രി തുറക്കട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലുള്ള വാഗ്ദത്തം, 2022 കേട്ട ചില വാഗ്ദത്തങ്ങൾ ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുന്നമേ സ്വർഗം അത് തുറക്കുമെന്ന് ഇന്ന് രാത്രിയിൽ എന്നോട് വ്യക്തമായി സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. എന്റെ ദാസനായ കാലേബ് അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവൻ ചെന്നിരുന്ന ഹല്ലേലൂയ, അവനെ ഞാൻ എന്ത് ചെയ്യും? എത്തിക്കും. അവൻ ചെന്നിരുന്ന ദേശം എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ ദേശത്ത് വന്ന് ഉറപ്പിച്ചിട്ട് പോയതാണ്, ഇത് എന്റെ വാഗ്ദത്ത ദേശമാണ്. പക്ഷെ അത് കൈവശമാക്കാനാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുന്നു, നീ മുമ്പ് ചെന്നിരുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കും. കാരണം മുമ്പ് കാലേബ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് അനാക്യന്മാരുടെ കയ്യിലാണ് ഈ പട്ടണം ഇരുന്നത്. ആരുടെ വാഗ്ദത്തമാണെന്ന് അറിയാമോ? മോശ വീതിച്ചു കൊടുത്തപ്പോൾ ഹല്ലേലൂയ, ഹെബ്രോൻ എന്ന പട്ടണം ഹല്ലേലൂയ കാലേബിന് വേണ്ടി വീതിച്ചു കൊടുത്ത. പക്ഷെ ഇവിടെ പറയുന്നു, നീ എന്നോട് പൂർണ്ണമായി അനുസരിച്ച് നിന്നത് കൊണ്ട് ഞാൻ നീ ചെന്നിരുന്ന ദേശത്തേക്ക് പിന്നെ ചെല്ലുകയും നീ അതിന് അവകാശമാക്കുകയും അത് നിന്റെ സന്തതിക്ക് കൂടി. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ചിലർ വാഗ്ദത്തങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, ഈ വാഗ്ദത്തം എന്തിനെന്നറിയാമോ? ഇത് നിന്റെ തലമുറയ്ക്ക് കൂടി കൈമാറുകയാണ്. നിന്റെ നന്മ തലമുറയ്ക്ക് കൂടി കൈമാറുകയാണ്. നിന്റെ അവകാശം തലമുറയ്ക്ക് കൂടി കൈമാറുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി, നിന്റെ കണ്ണുനീരിന്റെ മറുപടിയായി നിന്റെ തലമുറകളെ ദൈവം ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിദേശ നന്മകൾ നിന്റെ തലമുറ മുഖേന നിന്റെ കരങ്ങളിൽ അത് വരാൻ പോവുകയാണ്. സ്തോത്രം പറഞ്ഞാണ്. ഇന്ന് രാത്രിയിൽ എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്ന തലമുറകളുടെ മേൽ നന്മ നിന്റെ കരങ്ങളിൽ വരാൻ പോകുന്നു. വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. കാരണം ഇതിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും വൃഥാവായി തീരത്തില്ല. തലമുറകൾ ചിലതിനെ കൈവശമാക്കാൻ പോകുന്ന തലമുറകൾ, രാജ്യങ്ങൾ കയറാൻ പോകുന്ന തലമുറകൾ, രാജ്യങ്ങളുടെ നന്മകൾ അനുഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എത്രയും നാളുകൾ എന്നിട്ട് ഇന്ന് രാത്രിയിൽ ഒരു കാര്യം കൂടി എന്നെ വ്യക്തമായി കാണിക്കുന്ന, തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ഓർത്തോ. നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും വൃഥാവായിട്ടല്ല, ചില അവകാശത്തിന് മേൽ ദൈവം കയറ്റിവിടാൻ പോവുകയാണ്. അതിന്റെ നമുക്ക് മടങ്ങി വരാം. യേശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതിന്റെ 8 തൊട്ട് ഒന്ന് വായിച്ചു. 8 മുതൽ വായിച്ചാട്ടെ. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ആമേൻ. സ്തോത്രം. മോശ ഹെബ്രോൻ എന്ന പട്ടണം കാലേബിന് വേണ്ടി വീതിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, നീ പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിന്നത് കൊണ്ട് എന്ത് ചെയ്യുക? ആ ദേശം നിന്റെ സന്തതിക്ക് കൂടി, നിന്റെ മക്കൾക്ക് എന്നേക്കും അത് അവകാശമായിരിക്കും. സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. മാതാപിതാക്കളാകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഇന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തലമുറ ഇല്ല എന്ന് ഓർത്ത് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് വിളിച്ച് പറയാം, നാളെ ഈ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ തലമുറകളുടെ മേൽ വരിക തന്നെ ചെയ്യും. സ്തോത്രം പറഞ്ഞ ആമേൻ. സ്തോത്രം. ഞാന് ഹല്ലേലൂയ, ഈ കുളത്തുപുഴയില് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ കുരങ്ങ് ശല്യം അധികമാണ്.
പണ്ട് നാട്ടിലൊക്കെ ഈ ആന കുരങ്ങൊക്കെ കാണണമെങ്കിൽ ടൂറിസ്റ്റ് ബസ് ടൂറൊക്കെ പോകുന്നത് കുരങ്ങിനെ കാണാനൊക്കെ. ഞങ്ങളുടെ കാട്ടാക്കടയൊക്കെ അങ്ങനെയാണ്. അവിടെ ഒരു കുരങ്ങിനെ ആ ഒന്നിയിൽ ഇവിടെ പോകണം, മ്യൂസിയത്തിൽ പോകണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ വീടിന് ചുറ്റും വീട്ടിനകത്തും എല്ലാം കുരങ്ങാണ്. പക്ഷെ ഞാൻ ഇവിടെ കണ്ട ഒരു കാഴ്ച, ഈ കുരങ്ങിന്റെ ഈ തള്ളക്കുരങ്ങിന്റെ വയറ്റിന്റെ അടിയിൽ ഈ കുട്ടിക്കുരങ്ങ് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? കുരങ്ങിനെ കണ്ടിട്ടുണ്ടോ? സ്വതന്ത്രം ആപനാലിയ ഇത് പറ്റി പിടിച്ചിങ്ങനെ കിടക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പൂച്ചയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൂച്ച അവനാണെങ്കിൽ എവിടെയെങ്കിലും പ്രസവിച്ച് അവൻ കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ സുരക്ഷിതമല്ല എന്ന് തോന്നിയാൽ ആ പൂച്ച എന്തെന്ന് പറയുമ്പോൾ തള്ളപ്പൂച്ച അവനാണെങ്കിൽ എന്തെങ്കിലും ആ ഒരു അനക്കം തട്ട് എന്തെങ്കിലും ചെയ്താൽ തള്ളപ്പൂച്ച മാറി നിൽക്കും. മാറി നിന്നിട്ട് അത് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് കടിച്ചെടുത്ത് വേറെ ഒരിടത്തിലേക്ക് കൊണ്ടുവന്ന അതിനെ പാർപ്പിക്കും. സ്വതന്ത്രം. പിന്നെ അവിടെ അത് സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ ഈ കുരങ്ങനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് ഈ കുരങ്ങൻ അല്ലെങ്കിൽ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുമ്പോൾ ഇത് കുട്ടി പറ്റി പിടിച്ച് കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തള്ളക്കുരങ്ങൻ ഈ കുട്ടിയോട് ഒരു കാര്യം പറയും, നീ പറ്റി പിടിച്ച് നിന്നാൽ നമുക്ക് ഒരുമിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താം, പിടിവിട്ടാൽ നീ താഴെ പോകും. സ്വതന്ത്രം പറഞ്ഞിട്ട് ഇന്ന് രാത്രിയിൽ അവൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അവൻ ഇവിടെ പറ്റി നിന്നത് കൊണ്ട് ചില അവകാശത്തിന്മേൽ അവൻ അല്ലെങ്കിൽ ഭക്തൻ കയറുവാൻ ഇടയായി തീർന്നു. ആ അവകാശത്തിന്മേൽ കയറിയപ്പോൾ ദൈവം പറയുന്നു, നിന്റെ കാലഘട്ടം കഴിഞ്ഞാലും ഈ അവകാശം വേറെ ഒരുത്തിന് കൊണ്ടുപോകത്തില്ല, അത് നിന്റെ തലമുറയ്ക്ക് തന്നെയാണ്. സ്വതന്ത്രം പറഞ്ഞാൽ അമ്മേൻ. ഹല്ലേലൂയ. ഈ അവൻ പൂച്ചയെ കുറിച്ച് പഠിച്ചപ്പോൾ അവൻ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, അവൻ ശത്രു ദൃഷ്ടി വെച്ചു എന്ന് കണ്ടാൽ നിന്നെ ഒരിക്കലും ഒരു ദുഷ്ടൻ കാണാത്ത നിലവാരത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ അവൻ സ്വതന്ത്രം അവൻ ഇവിടെ കാലേബിനോട് പറയുകയാണ്, അവൻ ഹല്ലേലൂയ എന്താണ്? അവൻ ഹല്ലേലൂയ നീ കാൽ വെച്ച ദേശം, ഈ വാഗ്ദത്ത പട്ടണം ഇന്ന് രാത്രിയിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ഹല്ലേലൂയ കാൽ വെച്ച പട്ടണം, കാൽ ചവിട്ടിയ ദേശം, നീ പ്രാർത്ഥിക്കുന്ന വിഷയം ഇന്ന് രാത്രി ദൈവം മറുപടി തരാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറുപടി തരാൻ പോവുകയാണ്. ഇന്ന് രാത്രി ചിലരുടെ മേൽ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവൻ ഇന്ന് രാത്രിയിൽ എവിടൊക്കെയാണോ അവൻ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നത്, ഇന്ന് രാത്രിയിൽ ആ വാഗ്ദത്തങ്ങളുടെ മേലുള്ള അവൻ ഹല്ലേലൂയ കേട്ടുകൾ ഇന്ന് രാത്രിയിൽ പൊട്ടാൻ പോവുകയാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്വതന്ത്രം. ആമേൻ. കാനായിൽ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു. സ്വതന്ത്രം. നമുക്ക് ചരിത്രമൊക്കെ അറിയാം. കല്യാണ വീട്ടിൽ പ്രധാനം ഒരു വിഭവമാണ് വീഞ്ഞെന്ന് പറയുന്നത്. കാരണം ചരിത്രം പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായാൽ ആ പെൺകുട്ടിക്ക് അവന് ഓരോ വയസ്സ് അവൻ പൂർത്തിയാകുന്നതനുസരിച്ച് ഒരേ കൽഭരണിയിൽ വീഞ്ഞ് അവർ ശേഖരിച്ചു വെക്കും. 25 വയസ്സായാൽ 25 കൽഭരണിയിൽ എന്ത് ചെയ്യും? വീഞ്ഞ് നിറച്ചു വെക്കും. കല്യാണം കഴിയുന്ന അതുവരെയുള്ള ഓരോ വയസ്സിനനുസരിച്ചാണ് അവൻ ഹല്ലേലൂയ. പക്ഷേ ഇവിടെ യേശു ആ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ വീഞ്ഞ് തീർന്നു. നമുക്കറിയാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, യേശുവാണ് ഈ വീഞ്ഞ് തീരാൻ കാരണം. സ്വതന്ത്രം. എന്തെന്നറിയാമോ? യേശു എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പുരുഷാരവും ഉണ്ട്. ആമേൻ. അല്ലെങ്കിൽ യേശു എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? അവൻ പുരുഷാരമുണ്ട്. എനിക്ക് തോന്നുന്നു യേശു ഈ കല്യാണ വീട്ടിൽ ഉണ്ടോ എന്നുള്ളൊരു വാർത്ത അറിഞ്ഞിട്ട് അവൻ ഇവരെല്ലാം കൂടി ഇടിച്ചു കയറി ചെന്ന അവൻ അതെല്ലാം തീർത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. സ്വതന്ത്രം. അവൻ അല്ലെങ്കിൽ പക്ഷേ അവിടെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്, അവൻ ജീവിതത്തിൽ യേശു മുഖേന ഒരു പരാജയം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടല്ലാതെ യേശു അവിടെ വിടത്തില്ല.
ആമേൻ ഹല്ലേലൂയ. യേശു മുഖേനയാണ് ആമേൻ ആ വീടിനകത്തൊരു പരാജയം വന്നെങ്കിൽ, ആ കല്യാണത്തിനൊരു പരാജയം വന്നെങ്കിൽ, എന്റെ കർത്താവ് തന്നെയാണ് അതിനെ പരിഹരിക്കാൻ വിശ്വസ്തനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ അവൻ ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു വാക്ക് നിന്റെ വാ കൊണ്ട് പറയരുത്. നീ യേശുവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ യേശുവിന് കഴിയും. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ വന്ന് ഒത്തിരി തവണ പട്ടിണി കിടന്നോ, ആമേൻ ഹല്ലേലൂയ, ഒരു സഹായമില്ലാതെ, ഒരു മനുഷ്യന്റെ ആശ്രയമില്ലാതെ കഴിയുമ്പോഴെല്ലാം ആമേൻ ഹല്ലേലൂയ, എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, യേശുവാണ് ഇവിടെ കൊണ്ടുവന്നത്. ആ യേശുവിന് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ച് തരാൻ അറിയാം. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ, എനിക്ക് അനുവദിച്ചു തന്ന സമയം ഇവിടെ കഴിയാറായി. ആമേൻ ഹല്ലേലൂയ. ഒരു വാക്കുകൂടി പറയട്ടെ. ആമേൻ ഹല്ലേലൂയ. ആരെല്ലാം കൈവിട്ടാലും, പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും, ആമേൻ ഹല്ലേലൂയ, അവൻ ഇവിടെ പറയുന്നു, അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചാലും എന്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളും. കൂടെ ആരുമില്ലെങ്കിലും, കഴിഞ്ഞ നാളുകളിൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച പലരും നമ്മളെ വിട്ടുമാറിയെങ്കിലും, നമ്മളെ കുറ്റപ്പെടുത്തി, നിന്ദിച്ച്, പരിഹസിച്ച് നമ്മെ അകറ്റി നിർത്തിയെങ്കിലും, ഇന്ന് രാത്രിയിൽ ഞാൻ വ്യക്തമായി പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിത്യത വരെയും നടത്തുവാൻ എന്റെ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ അവൻ നമ്മുടെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ, കാലേബിനെ പോലെ ഉറച്ച തീരുമാനത്തോടെ പറ്റി നിൽക്കാമോ? ആമേൻ ഹല്ലേലൂയ. ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ആമേൻ ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനത്തിൽ എന്ത് വായിക്കുന്നു? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. മുമ്പ് ഒരിക്കൽ ഒരു ആന്റി ഈ വാക്യം വായിച്ചത് എങ്ങനെയെന്നറിയാമോ? ഞാൻ അവനോട് പറ്റിയിരിക്കാൻ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വെടിവെക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് കാലേബിനെ പോലെ ഉറച്ച തീരുമാനത്തോടെ നിൽക്കാം. എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, അവൻ ഈ 2025 അവസാനിക്കുമ്പോൾ അവൻ ചില വാഗ്ദത്തങ്ങളിലേക്ക് ഈ പ്രയർ ടീം കയറുകയാണെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയാൻ പറയുന്നു. കർത്താവ് അങ്ങനെ സഹായിക്കട്ടെ. അനുവദിച്ചു തന്ന ഈ സമയം അനുവദിച്ചു തന്ന ശ്രദ്ധയോട് കേട്ടിരുന്ന എല്ലാവർക്കും ആമേൻ ഹല്ലേലൂയ എന്റെ ആശംസ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.